നമസ്കാരം. ഇടിഞ്ഞിരുന്ന മൊസാദിൻ്റെ വില കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഹമാസ് ഭീകരവാദികൾ ഇസ്രയേലിൽ കടന്നാക്രമണം നടത്തിയപ്പോൾ ഇസ്രയേൽ ചാരസംഘടന ഏറെ പഴി കേൾക്കുകയും മൊസാദിനോടുള്ള മതിപ്പ് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ മൊസാദ് ഇസ്രയേലികളെ സംരക്ഷിക്കാൻ ശക്തിയുക്തം പോരാടുന്ന കാഴ്ചയാണ് പിന്നീടിങ്ങോട്ട് കാണുന്നത്. ഇന്നലത്തെ ആക്രമണത്തിലും മൊസാദിൻ്റെ പങ്കാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനീസ് അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലെബനനിലും സിറിയയിലും ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടന പരമ്പര മുൻപ് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണ തന്ത്രമാണ്. ആക്രമണത്തിന് പൂർണ്ണ ഉത്തരവാദി ഇസ്രയേലാണെന്ന് ഹിസ്ബുള്ള ആരോപിച്ചു. അവർക്ക് തക്ക ശിക്ഷ നൽകുമെന്നും പറഞ്ഞു. ഇസ്രയേൽ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് സെൽഫോണുകൾ ഉപയോഗിക്കരുതെന്ന് സംഘാംഗങ്ങൾക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതാണ് പേജർ ഉപയോഗം വ്യാപകമാകാനുള്ള കാരണമെന്നാണ് കരുതുന്നത്. ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രയേലിന് കിട്ടിയിരിക്കണമെന്ന് സൈനിക വിദഗ്ധനായ എലിജ് മാഗ്നിയർ പറയുന്നു. ആക്രമണം നടത്തിയത് ഇസ്രയേലാണെങ്കിൽ അതിനായി അവരുടെ ചാരസംഘടനയായ മൊസാദ് പേജറുകളുടെ ഉൽപ്പാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. ഇറാനെ പിന്തുണയ്ക്കുന്ന ലെബനീസ് സായുധ സംഘമാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളുമെല്ലാം സിറിയയും ഇറാഖും വഴി എത്തിക്കുന്നത് ഇറാനാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ തിരിമറി നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഉയർന്ന സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ കുറഞ്ഞ അളവിൽ പേജറുകളിൽ നിറയ്ക്കണം. 1 മുതൽ 3 ഗ്രാം വരെയാകും പരമാവധി ഒരു പേജറിൽ നിറയ്ക്കാനാവുക. ആയിരക്കണക്കിന് പേജറുകളിൽ ഇത്തരത്തിൽ സ്ഫോടകവസ്തു നിറയ്ക്കുന്നതിന് ചില്ലറ സമയവുമല്ല വേണ്ടത്. പുറമേ നിന്ന് കണ്ടാൽ ഒരു കുഴപ്പവും പേജറിന് തോന്നുകയും അരുത്. ഒപ്പം പേജറുകൾ പ്രവർത്തിക്കുകയും വേണം. ഇവയ്ക്കൊക്കെയുമായി വലിയ ആൾശക്തിയും ഇസ്രയേൽ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. റേഡിയോ ആവൃത്തിയെയാകാം സ്ഫോടനത്വരകമായി ഉപയോഗിച്ചിരിക്കുക എന്നാണ് നിഗമനം. സൈബർ ആക്രമണമാണെങ്കിൽ ഒരേ കമ്പനിയുടെ പേജറുകൾ ഒരേ സമയം പ്രവർത്തനരഹിതമാവുകയേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും തെക്കൻ ലെബനൻ, ബെക്കാ വാലി, ബെയ്റൂത്ത്, സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയം ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് അട്ടിമറിയാണെന്ന് കരുതാൻ കാരണങ്ങളേറെയുണ്ട്. ഇസ്രയേൽ ചാരസംഘടന മൊസാദ് വീണ്ടും ലോക ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഹിസ്ബുള്ള എംപിയുടെ മകനും പരിക്കേറ്റവരിൽ ഒരാൾ ലെബനനിലെ ഇറാൻ അംബാസഡറുമാണ്. കുറേയധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും 10ഓളം ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ പറയുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.